മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി തമന്ന ഭാട്ടിയെ നിയമിച്ചതിൽ കർണാടകയിൽ പ്രതിഷേധം കടുക്കുന്നു. കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ബോളിവുഡ് നടി തമന്ന ഭാട്ടിയെ നിയമിച്ചതിലാണ് പ്രതിഷേധം. തമന്നയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മുൻഗണന സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ബുധനാഴ്ച പുറത്തിറക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിലാണ് തമന്നയെ 2 വർഷത്തേക്ക് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചിരിക്കുന്നത്. 6.2 കോടി രൂപയ്ക്കാണ് തമന്നയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചിരിക്കുന്നത്. എന്നാൽ നടിയുടെ നിയമനത്തിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നു. അഷിക രംഗനാഥിനെ പോലെയുള്ള യുവ കന്നഡ നടിമാർ ഇവിടെയുള്ളപ്പോഴാണോ വെറുതെ ബോളിവുഡിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരുന്നതെന്ന് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു യുവതി എക്സിൽ കുറിച്ചു. എന്നാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിപണികളെ ലക്ഷ്യം വെച്ചാണ് തമന്നയെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കർണാടകയുടെ വാണിജ്യ വ്യവസായ മന്ത്രി എം പി പാട്ടീൽ വിശദീകരിച്ചു. കർണാടക ചലച്ചിത്ര മേഖലയോട് കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ലിമിറ്റഡിന് എല്ലാവിധ ആദരവും ബഹുമാനവുമുണ്ട്. ചില കന്നഡ സിനിമകൾ ബോളിവുഡ് സിനിമകളെ കിടപിടിക്കുന്നതാണെന്നും പാട്ടീൽ പറഞ്ഞു. വിവിധ മാർക്കറ്റിംഗ് വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം പൊതുമേഖലാ സ്ഥാപന ബോർഡിന്റെ സ്വതന്ത്ര തീരുമാനമാണിതെന്നും പാട്ടീൽ വ്യക്തമാക്കി. തമന്നയുടെ പാൻ ഇന്ത്യൻ താരപദവിയും വിപണനത്തിന് ഫലപ്രദമാകും. 2028 KSDLന്റെ വാർഷിക വരുമാനം 5000 കോടി രൂപയിലെത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും ചെന്നൈ സൂപ്പർ കിങ്സ് താരവുമായ MS ധോണിയായിരുന്നു മൈസൂർ സാൻഡലിന്റെ മുൻ അംബാസിഡർ. 2006 ധോണിയുമായി കരാറിലെത്തിയെങ്കിലും പ്രമോഷനുമായി ബന്ധപ്പെട്ട സമയം ചെലവഴിക്കാൻ ധോണിക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് 1 വർഷത്തിനു ശേഷം കരാർ റദ്ദാക്കി. കർണാടക ധനകാര്യ വകുപ്പ് ബുധനാഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് 2 വർഷത്തേക്കാണ് തമന്നയുമായി KSDL കരാറിലെത്തിയിരിക്കുന്നത്.